ഹായ്, ഇസ് മീ പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടോളിയുടെ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പൻ ലൈഫ് ഫസ്റ്റ് കോപ്പാണ് ഓൾവേസ് പോസിറ്റീവായി. ജർമ്മനിയിലെ മക്ഡൈബർഗിലുണ്ടായ കാറ് ആക്സിഡൻറ്റ്, അല്ലെങ്കിൽ ക്രിസ്മസ് മാർക്കറ്റിൽ കാറ് ഓടിച്ചു കയറ്റി നിരവധി പേർക്ക് പരിക്കേൽക്കുകയും കാറിടിച്ച് നിരവധി പേർക്ക് പരിക്കേൽക്കുകയും 2 മരണം സംഭവിക്കുകയും ചെയ്തു. 2 കുട്ടികളാണ് മരിച്ചത്. അതായത് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ആഘോഷങ്ങളിലൊന്നാണ് ഈ ക്രിസ്മസ് മാർക്കറ്റ് എന്നത്. അതായത് നമ്മുടെ ഈ കൊച്ചിയിലെ ബ്രോഡ്വേ ഒക്കെ പോലെ ഒരു പ്രധാനപ്പെട്ട ഒരു മാർക്കറ്റാണ് അവിടുത്തെ ക്രിസ്മസ് മാർക്കറ്റ് എന്ന് പറയുന്നത്. അതൊരു പ്രധാനപ്പെട്ട ഒരു ഉത്സവം പോലെയാണ് എല്ലാ വർഷവും അവർ നടത്തുന്നത്. അതായത് ഈ വർഷത്തെ എന്ന് പറയുന്നത് 2024 നവംബർ 22 ആരംഭിച്ച് ഡിസംബർ 29 വരെയാണ് ഈ പരിപാടി. അതായത് ഒരു മാസത്തിലേറെ നീളുന്ന ഒരു ആഘോഷമാണിത്. ഇതിൽ പങ്കെടുക്കുവാനായിട്ട് ജർമ്മനിയിൽ നിന്നും അകത്തും അതോടൊപ്പം മറ്റ് രാജ്യങ്ങളിൽ നിന്ന് പോലും നിരവധി ആളുകൾ വരാറുണ്ട്. ഏകദേശം ദശലക്ഷക്കണക്കിന് ക്രിസ്മസ് വെക്കേഷനൊക്കെ ആകുമ്പോഴേക്കും ദശലക്ഷക്കണക്കിന് ആളുകളാണ് ഇവിടേക്ക് എത്തുന്നത്. പ്രത്യേകിച്ച് യൂറോപ്യൻ കൺട്രീസിലൊക്കെ ആകുമ്പോൾ ക്രിസ്മസ് വെക്കേഷനൊക്കെ ഒട്ടേറെ അവധി ദിനങ്ങളാണ് ക്രിസ്മസ് വെക്കേഷൻ അവിടെയൊക്കെ കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിരവധി ആളുകളാണ് ഈ മാർക്കറ്റ് സന്ദർശിക്കുവാനായിട്ട് ഇവിടെ എത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഏകദേശം ഒരു മാസത്തിലേറെ നീളുന്ന ഒരു ഉത്സവം പോലെ ഒരു പരിപാടിയായിട്ട് നടത്തുന്നതെന്ന് പറയാം. അങ്ങനെയുള്ളൊരു ക്രിസ്മസ് മാർക്കറ്റിലാണ് ഈ സംഭവം നടന്നത്. മക്ഡൈബർഗിൽ ക്രിസ്മസ് മാർക്കറ്റിൽ കാറ് ഇടിച്ചു കയറ്റി നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ഫസ്റ്റ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഏകദേശം 20 പേരെന്നാണ്. അതിനുശേഷം ഔദ്യോഗികമായി കണക്ക് വന്നപ്പോൾ ഏകദേശം 68 പേർക്കോളം പരിക്കേറ്റുവെന്നും 2 പേർ മരണമടഞ്ഞു. അതായത് 2 കുട്ടികളാണ് മരിച്ചത്, 2 പേർ മരണമടഞ്ഞു എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ വരുന്നത്. എന്നിരുന്നാലും ലോകത്തെ ഞെട്ടിച്ച ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. വിവിധ ലോക നേതാക്കൾ അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന് അനുശോചനം രേഖപ്പെടുത്തി. അതോടൊപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ ഈ ദൃശ്യങ്ങൾ വൻ വൈറലായതോടുകൂടി പോലീസ് കാർ ഓടിച്ച ആളെ അറസ്റ്റ് ചെയ്തു. ഏകദേശം 50 വയസ്സ് പ്രായമുള്ള സൗദി സ്വദേശിയാണ്. അതുകൊണ്ട് തന്നെ പോലീസിന് വളരെയധികം സംശയങ്ങളാണ്. സൗദിയിൽ നിന്നുമുള്ള ആളായതുകൊണ്ട് തന്നെ മറ്റ് തീവ്രവാദ ബന്ധങ്ങളോ അങ്ങനത്തെ ബന്ധങ്ങളൊക്കെ ഉണ്ടോ എന്ന് പോലീസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതറിഞ്ഞ് ഉടനെ സൗദി അറേബ്യ അനുശോചനം രേഖപ്പെടുത്തി. അങ്ങനെ വിവിധ ലോക നേതാക്കൾ അനുശോചനം രേഖപ്പെടുത്തിയിരിക്കുകയാണെന്ന് പറയാം. ഏതായാലും ക്രിസ്മസ് വരാനിരിക്കുന്നു. ക്രിസ്മസിന് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനൊരു സംഭവം നടന്നതെന്നത് ലോകത്തെ വല്ലാതെ ഞെട്ടിച്ചു എന്ന് പറയാം. പ്രത്യേകിച്ച് അമേരിക്കയിൽ നിന്ന് ജോ ബൈഡൻ്റെ പ്രതികരണമൊക്കെ അത്തരത്തിലായിരുന്നു. ഏതായാലും ക്രിസ്മസ് ഇനി വരാനിരിക്കുന്നു. വളരെ ദാരുണമായൊരു സംഭവമാണ് ജർമ്മനിയിലുണ്ടായത്. ജർമ്മനിയുടെ തലസ്ഥാനമായ ബെർലിനിൽ നിന്നും ഏകദേശം 153 കിലോമീറ്റർ അകലെയാണ് ഈ മക്ഡൈബർഗ് നഗരം സ്ഥിതി ചെയ്യുന്നത്. അതായത് ജർമ്മനിയിലെ ഒരു സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമാണ് ഈ മക്ഡൈബർഗ് നഗരം എന്നത്. ഏകദേശം 201 കിലോമീറ്റർ സ്ക്വയറാണ് ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. ഇതിൻ്റെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 2,39,364 ഇവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ചരിത്രപ്രധാനമായി വളരെയധികം പ്രാധാന്യമുള്ളൊരു സിറ്റിയാണ് മക്ഡൈബർഗ് എന്നത്. കാരണം റോമൻ ചക്രവർത്തിയായ ഓട്ടോ ഒന്നാമനെ ഇവിടെയാണ് സംസ്കരിച്ചത്. അതോടൊപ്പം അങ്ങനെ ചരിത്രപരമായ മറ്റ് നിരവധി പ്രത്യേകതകളുള്ള ഒരു നഗരമാണ് മക്ഡൈബർഗ് എന്നത്. അവിടുത്തെ ക്രിസ്മസ് മാർക്കറ്റ് വളരെയധികം ടൂറിസ്റ്റുകളെ രാജ്യത്തിനകത്തും പുറത്തുമുള്ള വളരെയധികം ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന സ്ഥലങ്ങളിലൊന്നാണ് ഈ മക്ഡൈബർഗ് മാർക്കറ്റ് എന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.